رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله العظيم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീത റജബ് മാസത്തിന്റെ ഈ വെള്ളിയാഴ്ച പവിത്രമായ അവന്റെ ഭവനത്തിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൻ നഈമിലും നമ്മയെല്ലാം ഒരുമിപ്പിക്കട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും പാളിച്ചകളും കാരുണ്യവാനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പാക്കി തരട്ടെ. ജീവിതത്തിന്റെ അന്ത്യശ്വാസം വരെ യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച് കാമില ഈമാനോട് ലോകത്തോട് വിട പറയാൻ പടച്ചവ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഒരിക്കൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ സഹാബാക്കളുമായി മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രഗത്ഭരായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ സഹാബാക്കളെല്ലാം സദസ്സിലുണ്ട്. ആ സമയത്ത് സഹാബാക്കളെ നോക്കിയിട്ട് തിരുദൂതർ ഇങ്ങനെ പറഞ്ഞു, സയത്തലി അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോ ഇതാ നിങ്ങളിലേക്ക് ഒരു സ്വർഗവാസിയായ മനുഷ്യൻ കടന്നു വരാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ നാവ് കൊണ്ട് സ്വർഗവാസിയായ ഒരാൾ ഈ സദസ്സിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് സഹാബാക്കൾ കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. കാരണം സഹാബാക്കളെല്ലാം സ്വർഗാവകാശികളാണ്. എങ്കിലും നബി തങ്ങളുടെ നാവ് കൊണ്ട് സ്വർഗാവകാശിയാണ് എന്ന് പറയാൻ യോഗ്യതയുള്ള ഒരാൾ എത്ര മഹത്വമുള്ള ആളായിരിക്കും. അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഫദഖല അലൈഹിം റജുലുൻ മിൻ അൻസാർ, മദീനയിലെ ഒരു കർഷകനായ ഒരു പാവപ്പെട്ട സഹാബി ആ സദസ്സിലേക്ക് വന്നിരുന്നു. പിറ്റേന്ന് അടുത്ത ദിവസം സഹീഹായ ഹദീസാണിത്. ഇതുപോലെ സഹാബാക്കളുമായി ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയത്തലി അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സഹാബാക്കളെ നോക്കുവിൻ, ഇതാ നിങ്ങളിലേക്ക് സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരാൻ പോവുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ അപ്പോഴും നോക്കി നിൽക്കുകയാണ്. ഇതാരാണ് അടുത്തയാള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് ഇതാ സ്വർഗാവകാശിയാണെന്ന് പറയപ്പെട്ട ഒരാൾ ആരാണ് ആ ഭാഗ്യവാൻ? എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുമ്പോൾ ഇന്നലെ കടന്നു വന്ന അതേ കർഷകനായ പാവപ്പെട്ട സഹാബിയാണ് ഇന്നും സദസ്സിലേക്ക് വന്നിരുന്നത്. മൂന്നാമത്തെ ദിവസവും അതുപോലെ സഹാബാക്കളുടെ കൂട്ടത്തിൽ തിരുദൂതർ ഇരുന്നു കൊണ്ട് പറയുന്നു, സഹാബാ സയത്തലി അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇതാ നോക്കുവിൻ, സ്വർഗാവകാശിയായ ഒരാൾ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, സഹാബാക്കൾക്ക് സ്വർഗം എന്തെന്നറിയാം, സ്വർഗത്തിൽ സൗഭാഗ്യങ്ങൾ എന്തെന്നറിയാം, സ്വർഗത്തിൽ സത്യവിശ്വാസിയെ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെന്നറിയാം, അനുഭൂതികൾ എന്തെന്നറിയാം. അതുകൊണ്ട് തന്നെ സഹാബാക്കൾക്ക് സ്വർഗമെന്ന് കേട്ടാൽ അവരുടെ ഹൃദയങ്ങൾ തുടിക്കും. അതുകൊണ്ടല്ലേ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുവിൻ, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ബദറിന്റെ രണാങ്കണത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന കാരയ്ക്ക് പോലും തിന്നു തീർക്കാതെ ശത്രുവിനെ
ശത്രുവിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി ഷഹീദായത് ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രത്തോളം സ്വർഗത്തിനോട് ആവേശമാണ്, അഭിനിവേശമാണ് സഹാബത്തിന്. അങ്ങനെയുള്ള സഹാബാക്കളോടാണ് തിരുനബിയുടെ വാക്ക്, ഇതാ സ്വർഗാവകാശിയായ ആളിതാ നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും കണ്ടു തുറന്നു നോക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും കടന്നു വന്ന അതേ പാവപ്പെട്ട സഹാബിയാണ് ഇന്നും സദസ്സിലേക്ക് വന്നിരിക്കുന്നത്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്തൊരു സാധുവായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളിൽ പ്രൗഢിയില്ല, അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ കാണാൻ വലിയ സൗന്ദര്യമില്ല, അദ്ദേഹത്തിന് വലിയ സമ്പത്തില്ല, വലിയ ബിസിനസ്സുകാരനല്ല, വലിയ ഉദ്യോഗസ്ഥനല്ല. മറിച്ച് മദീന പള്ളിയിൽ 5 വഖ്ത് നിസ്കരിച്ചിട്ട് സുബഹി കഴിഞ്ഞിട്ട് നേരെ തന്റെ തോട്ടത്തിലേക്ക് പോയി ഈത്തപ്പന തോട്ടത്തിൽ കൃഷി ചെയ്ത് മൺവെട്ടികൊണ്ട് തന്റെ ഈത്തപ്പന തോട്ടത്തിൽ ഈത്തപ്പനകൾക്ക് തടം കെട്ടിവെച്ച് അങ്ങനെ വെള്ളം തളിച്ചു കൊടുത്ത് വെള്ളം നനച്ച് വളം ചെയ്ത് അങ്ങനെ ഒരു സാധാരണ കർഷകനായി കയ്യിലും കാലിലും മണ്ണും തൊളിയും പറ്റിയ ഒരു പാവപ്പെട്ടവനാണ്. ആ മനുഷ്യനെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത്, സ്വർഗാവകാശി വരുന്നു, 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ഇതാ നിങ്ങളിലേക്ക് സ്വർഗാവകാശി വരികയാണ്. സ്വർഗാവകാശിയെ കാണണോ? ആ മനുഷ്യരിലേക്ക് നിങ്ങൾ നോക്കുക. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. എല്ലാവർക്കും ഒന്നുപോലെ ഇദ്ദേഹത്തിന് വലിയൊരു ആകാംക്ഷയായി. ഈ മനുഷ്യനെ കുറിച്ച് നബി തങ്ങൾ എന്തിനാ ഇങ്ങനെ 3 പ്രാവശ്യം സ്വർഗാവകാശി എന്ന് പറഞ്ഞത്? അങ്ങനെ മുത്തുനബി പറയണമെങ്കിൽ സാധാരണ ഒരാളിൽ ഇല്ലാത്ത എന്തൊക്കെയോ ഗുണങ്ങൾ, എന്തൊക്കെയോ നന്മകൾ ഈ മനുഷ്യനിൽ ഉണ്ടാകും തീർച്ചയാണ്. പക്ഷെ ഒന്ന് അറിയണമല്ലോ. കാരണം എന്തിനാ? അദ്ദേഹത്തെ പരിശോധിക്കാനല്ല. നിബിതങ്ങളുടെ നാമ കൊണ്ട് 3 പ്രാവശ്യം സ്വർഗാവകാശി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ചെയ്യുന്ന നന്മ എന്താണോ അത് ഞാനും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ എനിക്കും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തരുമല്ലോ. ഇത് ആഗ്രഹിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അതറിയാൻ വേണ്ടി തയ്യാറായി. എന്ത് ചെയ്യണം? അദ്ദേഹത്തോട് പറയാൻ കഴിയില്ല. ചിലപ്പോ അദ്ദേഹം രഹസ്യമായി ചെയ്യുന്ന അമലായിരിക്കും, മറ്റൊരാളോട് ഇത് പറയണമെന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇദ്ദേഹം ആ കർഷകനായ സഹാബിയുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായി കടന്നു ചെന്നു. അറബികളുടെ സ്വഭാവം അവർക്ക് വലിയ ആതിഥ്യ മര്യാദയുള്ളവരാ. അതിഥികളോട് അങ്ങേയറ്റം സ്നേഹത്തോടെ ആദരവോടെ പെരുമാറുന്നവരാ. വീട്ടിലേക്ക് ചെല്ലുന്ന അതിഥിയോട് നിങ്ങൾ എന്തിന് വന്നെന്ന് പോലും ചോദിക്കുന്നത് മര്യാദകേടാണെന്ന് വിചാരിച്ചിട്ട്, അത് ആതിഥ്യ മര്യാദയ്ക്ക് യോജിച്ചതല്ലെന്ന് വിചാരിച്ചിട്ട് അതുപോലും ചോദിക്കില്ല അവർ. ഈ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈ സഹാബിയുടെ വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞു. 3 ദിവസവും അദ്ദേഹം ഭക്ഷണം കൊടുത്തു, കിടക്കാൻ സൗകര്യം കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസിനെ അവിടെ താമസിക്കലല്ല ലക്ഷ്യം, അവരുടെ ഭക്ഷണം കഴിക്കലല്ല ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് കൊണ്ട് സ്വർഗാവകാശിയാണെന്ന് 3 പ്രാവശ്യം പറയാൻ വേണ്ടി ഈ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? 3 ദിവസവും നോക്കി, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അബ്ദുല്ലാഹ് ബിൻ അംർ ആസ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് ഒന്നും, ഒരു നന്മയും ചെയ്യുന്നതായിട്ട്, ഒരു ഇബാദത്തും അധികമായി ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അബ്ദുല്ലാഹ് ബിൻ അംർ ആസ് റളിയല്ലാഹു അൻഹു ഓതുന്നത് പോലെ ഖുർആൻ ഓതുന്നില്ല അദ്ദേഹം ഒരു തൊഴിലാളി, പാവപ്പെട്ടവനാ. അദ്ദേഹത്തെ പോലെ കൂടുതൽ നിസ്കരിക്കാൻ കഴിയുന്നില്ല. 5 വഖ്തും സുബഹി 5 വഖ്തും പള്ളിയിൽ പോയി നിസ്കരിക്കും, തന്റെ തൊഴിൽ ചെയ്യും, തന്റെ മക്കളെ വളർത്തും. സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് സഹാബാക്കളുടെ ഇടയിൽ അത് സർവ്വസാധാരണമായിരുന്നു, പതിവായിരുന്നു. എല്ലാവരും നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കും. സുബഹി കഴിഞ്ഞാൽ തന്റെ തോട്ടത്തിലേക്ക് പോയി കൃഷി ചെയ്ത് കിട്ടുന്ന അധ്വാനം കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നു. 3-ാമത്തെ ദിവസം തന്റെ അതിഥി എന്നുള്ള മര്യാദയിൽ 3 ദിവസം എല്ലാ നിലയിലും സൽക്കരിച്ച് എല്ലാ നിലയിലും സ്വീകരിച്ച ആ സഹാബി അബ്ദുല്ലാഹ് ബിൻ അംർ ആസ് റളിയല്ലാഹു അൻഹു 3-ാമത്തെ ദിവസം സലാം പറഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്ത് അദ്ദേഹം ചോദിച്ചു, കൂട്ടുകാരാ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങളുടെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുവാനോ നിങ്ങളുടെ ഭക്ഷണം കഴിക്കുവാനോ നിങ്ങളുടെ അതിഥിയാവുക എന്ന ലക്ഷ്യത്തിലോ അല്ല, മറിച്ച്
3 ദിവസം തിരുനബി തങ്ങൾ മദീന പള്ളിയിൽ ഇരുന്നു കൊണ്ട് പ്രഗത്ഭരായ സഹാബാക്കളുടെ നടുവിൽ ഇരുന്നു കൊണ്ട് സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞു. ആ 3 ദിവസവും വന്നത് മറ്റാരുമല്ല, നിങ്ങളായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നി, ഒരുപാട് നന്മകൾ ചെയ്ത് സ്വർഗം സമ്പാദിച്ച ആളാണെന്ന് എനിക്ക് തോന്നി. ആ ചെയ്ത നന്മ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നിങ്ങളോടൊപ്പം കൂടിയതാണ് 3 ദിവസം. പക്ഷേ ഞാൻ പ്രത്യേകമായി ഒന്നും നിങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അമലുകൾ ചെയ്യുന്നതായി നിങ്ങളെ കണ്ടില്ല. അതുകൊണ്ട് എനിക്കൊന്ന് അറിയാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് തിരുനബി നിങ്ങളെ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, കൂട്ടുകാരാ, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നതിന്റെ അത്രയും പോലും അമലുകളിലേക്ക് ചെയ്യാൻ സമയമില്ല. ഞാനൊരു കർഷകനാണ്, തൊഴിലാളിയാണ്, എനിക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, അവരെ പോറ്റണം, അവർക്ക് വേണ്ടി ജോലി എടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് നിങ്ങളെപ്പോലെ, നിങ്ങളൊരു ചെറുപ്പക്കാരനാ, നിങ്ങൾക്ക് എന്റെ അത്രയും ബുദ്ധിമുട്ടില്ല, പ്രാരാബ്ദങ്ങളില്ല. പക്ഷേ ഞാൻ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രയാസങ്ങളുമുള്ള ആളായതുകൊണ്ട് തന്നെ അത്രയും വലിയ അമലൊന്നും ഞാൻ ചെയ്യുന്നില്ല. എങ്കിലും നിങ്ങളിൽ എന്തോ ഒരു നന്മയുണ്ട്, അത് കാരണമായിട്ടാണ് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയത്. അതെന്തെന്ന് പറയുമോ? ആ അൻസാരിയായ കർഷകനായ പാവപ്പെട്ട ഫഖീറായ മനുഷ്യൻ എന്നുകൊണ്ട് പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ ആലോചിച്ചിട്ട് എനിക്കിൽ ഒരു നന്മയുണ്ടെന്ന് തോന്നുന്നത് അതെന്റെ ഹൃദയത്തിന്റെ നന്മയാണ്. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, അതിന്റെ കാഴ്ചയിൽ മറ്റാർക്കും കാണാൻ പറ്റുന്ന നന്മയല്ല, അതിന്റെ ഹൃദയത്തിന്റെ നന്മയാണ്. എന്തെന്നറിയുമോ? ഇന്നി ലാ അജിദു ഫീ നഫ്സി ഗിശ്ശൻ വലാ ഹസദൻ ലിഅഹദിൻ മിനൽ മുസ്ലിമീൻ. എന്തെന്നറിയുമോ ആ നന്മ? എന്റെ മനസ്സിൽ ഒരൊറ്റ മുസ്ലിമിനോടും ഒരു നിലയിലുള്ള അസൂയയോ ഒരു കുശുമ്പോ ഇല്ല. ആലോചിക്കേ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരൊറ്റ മുസ്ലിമിനോടും ഒരു കറുപ്പില്ല, ഒരു വെറുപ്പില്ല, ഒരു വിദ്വേഷമില്ല, ഒരു വൈരാഗ്യമില്ല, ഒരു കുശുമ്പില്ല, ഒരു അസൂയയില്ല. എന്റെ ഹൃദയം തെളിഞ്ഞതാണ്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ സഹാബിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൂട്ടുകാരാ, മറ്റൊന്നുമല്ല, നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് 3 പ്രാവശ്യം തിരുദൂതർ പറയാനുള്ള കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. ആലോചിച്ച് നോക്കി മുഅ്മിനീങ്ങളെ, ഈ ഹൃദയ ശുദ്ധിയാണ് ഓരോരുത്തരെയും സ്വർഗത്തിന്റെ അവകാശികളാക്കുക, ഓരോരുത്തരെയും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാക്കുക. ഇതൊരൽപ്പ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. നിസ്കരിക്കാൻ എളുപ്പമാണ്, ഇബാദത്തുകൾ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ അത് കഷ്ടപ്പാടാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞെന്നറിയുമോ മുഅ്മിനീങ്ങളെ? ഈ കാലഘട്ടത്ത് എന്റെ വിശ്വാസപ്രകാരം എന്റെ കണ്ണുകൊണ്ട് കണ്ട, അങ്ങനെ ഹൃദയം തെളിഞ്ഞ, ആരോടും സംസാരത്തിൽ അസൂയയില്ലാത്ത, പെരുമാറ്റത്തിൽ കുശുമ്പോ വൈരാഗ്യമോ വെറുപ്പും കാണിക്കാത്ത ഒരു മനുഷ്യനെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഞായറാഴ്ച വഫാത്തായി പോയ ഈ സാധുവിനെ പോലെയുള്ള ആയിരക്കണക്കിന് ആലിമീങ്ങളുടെ, പണ്ഡിതന്മാരുടെ ഗുരുവര്യരായ മഹാനായ KP ഉസ്താദ് എന്ന ഞങ്ങളുടെ ഗുരുവര്യരാണ്. ഭംഗി വാക്കല്ല, ഇതൊരു അലങ്കാര വാക്കല്ല. ഈ സാധു ഇൽമിന്റെ മാർഗത്തിൽ ഇറങ്ങി മന്നാനി എന്ന പവിത്രമായ വിജ്ഞാന സാഗരത്തിലെത്തിയത് മുതൽ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട് അവിടത്തെ സ്നേഹത്തെ, അവിടത്തെ വാത്സല്യത്തെ, അവിടത്തെ പെരുമാറ്റത്തെ. പക്ഷേ ജീവിതത്തിൽ ഒരാളെ കുറിച്ചൊരു കുറവ് പറയുന്നതോ, ഒരു കുറ്റം പറയുന്നതോ, അസൂയയോടെ ഒരാളെ കുറിച്ച് സംസാരിക്കുന്നതോ, വൈരാഗ്യത്തോടെ ഒരാളോട് പെരുമാറുന്നതോ കാണാൻ കഴിഞ്ഞിട്ടില്ല അവിടത്തെ പവിത്രമായ ജീവിതത്തിൽ. അലങ്കാരം പ്രയോഗമല്ല, അല്ലെങ്കിൽ എന്റെ ഉസ്താദ് ആയതുകൊണ്ടല്ല, അവിടെ നിന്ന് കേൾക്കാനെന്ന സദസ്സിലില്ല, അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. കൊല്ലം ജില്ലയിലെ മുട്ടയ്ക്കാവുന്ന ചരിത്ര പ്രശസ്തമായ പള്ളിയുടെ മുൻഭാഗത്ത് അവിടെ നിന്ന് അന്ത്യവിശ്രമത്തിലാണ്. അള്ളാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഒരു ശിഷ്യഗണമാകാൻ അള്ളാഹു തൗഫീഖ് നൽകിയത് അതൊരു അഭിമാനമായി കാണുന്ന വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്, 87 വയസ്സിലാണ്, 87ാമത്തെ വയസ്സിലാണ് മഹാനായ KP ഉസ്താദ് വഫാത്താകുന്നത്. 62 വർഷക്കാലം ഇതുപോലെ മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തി, അധ്യാപനം നടത്തി. എത്ര വർഷം?
6 പതിറ്റാണ്ട് കാലത്തോളം. ഒന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആദ്യത്തെ ദീനി സ്ഥാപനം അറബി കോളേജ് ജാമിഅ നൂരിയ എന്ന് പറയുന്ന മലപ്പുറം പട്ടിക്കാടിലെ ഫൈസി ബിരുദം കൊടുക്കുന്ന സ്ഥാപനമാണ്. 1963 ആ സ്ഥാപനം സ്ഥാപിതമായത്. അവിടുത്തെ ആദ്യത്തെ വിദ്യാർത്ഥിയും ആദ്യത്തെ ഫൈസി ബിരുദധാരിയുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. അന്ന് മുതൽ തുടങ്ങി 1963 നമ്മളിൽ ഭൂരിഭാഗം ആളുകളും മിക്കവാറും ജനിച്ചിട്ടുണ്ടാവില്ല. അന്ന് മുതൽ തുടങ്ങിയ ദീനി വിദ്യാഭ്യാസ പ്രവർത്തനം, അന്ന് മുതൽ തുടങ്ങിയ അധ്യാപനം 62 വർഷക്കാലം നീണ്ടു. അതിൽ പകുതിയോളം വർഷങ്ങൾ സേവനം ചെയ്തത് നമ്മളുടെ തൊട്ടടുത്തുള്ള വർക്കല ജാമിഅ മന്നാനിയിലാണ്. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ നമ്മളുടെ ദീനിന് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. ചെറിയ കാര്യമല്ല. അധ്യാപനം എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും ചില്ലറ മണിക്കൂറുകളല്ല. സുബഹി മുതൽ രാത്രി വൈകുന്നത് വരെ ടൈം ടേബിളോ സമയമോ കാലമോ ഒന്നുമില്ല. ഉസ്താദിന്റെ ജീവിതത്തിന്റെ ഒരു പകലും ഒരു രാത്രിയും സിംഹഭാഗവും മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന ജോലിയിലാണ്. ആ അധ്യാപനത്തിന്റെ സേവനത്തിന്റെ വഴിയിലാണ് അബ്ദുൽ നാസർ മഅദനിയെ പോലെയുള്ള നൂറുകണക്കിന് പണ്ഡിതന്മാരെ അവിടെ നിന്ന് വാർത്തെടുത്തത്, സംഭാവന ചെയ്തത്. എത്ര അധ്വാനിച്ചിട്ടുണ്ടാവും, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പറഞ്ഞാൽ തീരാത്ത ഒരുപാട് നന്മകൾ മഹാനവറുകളിലുണ്ട്. ഇവിടെ അനുസ്മരിക്കുന്നത് അവിടത്തോടുള്ള സ്നേഹമാണ്. ഒരു പിതാവിന്റെ വാത്സല്യത്തോടെയാണ് ഞങ്ങളെയൊക്കെ അവിടെ നിന്ന് ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഞായറാഴ്ച സുബഹി നിസ്കാരം കഴിഞ്ഞ് മൊബൈൽ എടുത്ത് ഇവിടെ ഈ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നോക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ അത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മൊബൈൽ കണ്ടപ്പോൾ നമുക്കൊരു ആകാംക്ഷയാണ്. ആരെന്ന് പടച്ചവനെ, ഹൃദയം പൊടിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട കെപി ഉസ്താദിന്റെ വഫാത്തിന്റെ വിവരമായിരുന്നു. ഞങ്ങളുടെ ഒരു പിതാവ്, വാത്സല്യനിധിയായ ഒരു പിതാവ് നഷ്ടപ്പെടുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന അതേ വേദനയായിരുന്നു മഹാനവറുകളുടെ വഫാത്ത് അറിഞ്ഞപ്പോൾ. കാരണം ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ഞങ്ങൾക്ക് എല്ലാ സന്തോഷവും ദുഃഖവും വിളിച്ചു പറയാൻ, ഭൂമി ലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഹൃദയമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചത് ഞങ്ങളുടെ ആത്മീയ പിതാവായ കെപി ഉസ്താദിനെയാണ്. ഞാൻ മാത്രമല്ല, ഇതുപോലെ പറയാൻ ഒരുപാട് ചരിത്രങ്ങളുള്ള, ഒരുപാട് അനുഭവങ്ങളുള്ള നൂറുകണക്കിന് പണ്ഡിതന്മാർ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്, വിദേശ രാജ്യങ്ങളിലുണ്ട്. അത്രത്തോളം ശിക്ഷ സമ്പത്തുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, അള്ളാഹു അവിടുത്തെ ദറജകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സൽസ്വഭാവത്തിന്റെ ഒരു മകുടോദാഹരണമായിരുന്നു. എനിക്ക് കൂടുതൽ പറയാൻ സമയമില്ല, സമയം അതിക്രമിച്ചു പോയി. ഇൻഷാ അല്ലാഹ് അത് ചുരുക്കി പറഞ്ഞതാണ്. ഇന്ന് നിങ്ങൾക്ക് ആ മഹാനവറുകളെ കുറിച്ച് കൂടുതൽ കേൾക്കാൻ, കൂടുതൽ അടുത്തറിയാൻ പറ്റുന്ന ഒരു അവസരമാണ് അസ്ർ നിസ്കാരത്തിന് ശേഷം നമ്മുടെ റാത്തിക്കൽ മദ്രസയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഉസ്താദ് അവറുകളുടെ അനുസ്മരണവും ദുആയും. ഈ നാട്ടിൽ ഈ ഒരു സാധു ഇത്രയും വർഷം നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുവാനും സേവനം ചെയ്യുവാനുമുള്ളൊരു യോഗ്യത ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് അവിടത്തെ കാരുണ്യത്തിന്റെയും അവിടത്തെ പകർന്നു തന്ന വിജ്ഞാനത്തിന്റെയും ബലമാണ്, ശക്തിയാണ്. അല്ലാതെ എന്നിൽ ഒന്നുമില്ല. അപ്പോൾ ഒരു പിതാവിന് വേണ്ടി ചെയ്യുന്ന ഒരു അനുസ്മരണം പോലെ, ഒരു പിതാവിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട് നടത്തുന്ന അവിടത്തേക്ക് വേണ്ടി ഒരു ദുആ പോലെയാണ് ഇന്ന് ഞാൻ റാത്തിക്കൽ മദ്രസയിൽ അൽഹംദുലില്ലാഹ് നിങ്ങളെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളും ഏത് തിരക്കുകളും മാറ്റിവെച്ച് ആ ഒരു മണിക്കൂർ സമയം റാത്തിക്കൽ മദ്രസയിൽ എത്തിച്ചേരണം. സഹോദരിമാർക്കും അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റേതെന്ത് ഒരു പരിപാടിയോ ഒരു കാര്യങ്ങളോ ഒന്നുമല്ല. ആ മഹാനവറുകളെ അനുസ്മരിക്കൽ, ഒരു പിതാവിനെ പോലെ, ഒരു സ്നേഹമുള്ള ഉപ്പ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് മറ്റുള്ളവരെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പോലെ, അവിടെ നിന്ന് നന്മകൾ പറയുന്നത് പോലെ, അവിടത്തേക്ക് നന്മകൾ ചെയ്തുകൊണ്ട് ഹദിയ ചെയ്യുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആരും ഒഴിവാകരുത്. ഞാൻ വ്യക്തിപരമായി പലരോടും കണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ആവേശമായിട്ട് ഞാൻ പറഞ്ഞതാ. ഇനി ആരോടെങ്കിലും ഞാൻ വ്യക്തിപരമായി പറയാതെ ഉണ്ടെങ്കിലും ഇതൊരു ക്ഷണമായി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അസ്ർ നിസ്കാരം നമുക്കിവിടെ അസ്ർ നിസ്കരിച്ചിട്ട് കഴിയുന്നവരൊക്കെ ഇവിടെ അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് റാത്തിക്കൽ മദ്രസയിൽ വരണം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുവാൻ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ചായ ഒക്കെ ഉൾപ്പെടെ എല്ലാവരും എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ വന്ന് സഹകരിച്ച് ആ ദുആയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ വെട്ടൂർ കേന്ദ്രപള്ളിയിൽ കുറെ വർഷം സേവനം ചെയ്ത നമുക്കൊക്കെ പരിചിതനായ അബ്ദുറഹീം ബാക്കബി ഉസ്താദ് അവറുകൾ, അദ്ദേഹം ഉസ്താദിന്റെ അരിമ ശിഷ്യനാണ്. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇലവുപാലൻ ശംസുദ്ദീൻ മന്നാനി എന്ന് പറയുന്ന കേരളത്തിലെ നല്ല യുവാവായ പണ്ഡിതനും പ്രഗത്ഭനായ വാഗ്മിയുമായ
ഇരുവപാലം ശംസുദ്ദീൻ മന്നാനിയാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ഒരു അനുഗ്രഹീതമായ സദസ്സിൽ വന്നു ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നമ്മളുടെ നന്മകളൊക്കെ കബൂലാക്കുമാറാകട്ടെ. ആ മഹത്വങ്ങളൊക്കെ സ്നേഹിക്കാനും അവിടന്നോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും കാരുണ്യവാനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.